ഗൈസ് ഇന്ന് ഞങ്ങൾ മാളുവിന് പ്രാങ്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മാളു റെഡിയായി പുറത്ത് പോയിട്ടുണ്ട് മുബിക്കാരൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ കുറച്ച് നോട്ട്ബുക്സൊക്കെ മാളൂസിന് വാങ്ങിക്കാനുണ്ട്. അല്ലാതെ ഈ ബാഗ്, ബോക്സ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ ഒന്നും മാളൂസിന് വാങ്ങിക്കുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ മാളൂസിനുള്ളത് ഓൾറെഡി ഗിഫ്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അവൾ കണ്ടാൽ ഞെട്ടുന്ന അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതൊന്നും അവൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ട് സാധാരണ അവൾക്ക് ഇഷ്ടമുള്ള പോലെ നോക്കിയിട്ട് എപ്പോഴും ഷോപ്പ് ചെയ്യുന്ന പോലെ ഈ വർഷമൊന്നും വാങ്ങിക്കുന്നില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തായാലും അവളതൊന്നും മൈൻഡ് ചെയ്യില്ല. പോവാന്ന് പറയുമ്പോൾ അവൾ വരും. അപ്പോൾ നമ്മളങ്ങനെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയതിന് ശേഷം മാളുവിനോട് പറയും, ഇതൊക്കെ നമ്മൾ സബ്സ്ക്രൈബറിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഇതാണ്, അപ്പോൾ ഇതൊക്കെ അങ്ങനെ അയക്കാനുള്ളത് ആ ഒരു കുട്ടിക്ക് അയച്ചു കൊടുക്കാനുള്ളതാണെന്ന് നമ്മൾ പറയും. അപ്പോൾ അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നറിയാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം എനിക്കറിയില്ല ഇനിയിപ്പോൾ കരയുമോ, ചിലപ്പം കൂളായിട്ട് ഡീൽ ചെയ്യും, അല്ലെങ്കിൽ കരയുമോ എന്ന് എനിക്കറിയില്ല. കരയാതിരിക്കട്ടെ, നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. എന്നിട്ട് വേണം, അതിന് ശേഷമാണ് ഞാൻ മാളുവിന് സെറ്റ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയില്ല. നമുക്ക് പോയിട്ട് ബാക്ക് ടു സ്കൂളിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യാം. അപ്പം നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പക്ഷേ ഇനി ഞാൻ പോയിട്ട് അവരെ കൂടെ ഇരുന്നിട്ട് ഒരു വേറെ ഇൻട്രോ എടുക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മാളുവിന് ഡൗട്ട് തോന്നും. അപ്പം നമുക്ക് പോയിട്ട് വ്ളോഗ് തുടങ്ങാം. ഗൈസ്, നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുന്ന മാളു? ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോവാണ്. മാളു കയറിക്കോളൂ മാഡം. യെസ്, മുബിക്കാക്ക് എക്സൈറ്റഡ് ആണോ? ഉറക്കത്തുനിന്ന് പിടിച്ചു വലിച്ച് ഷോപ്പിങ്ങിനും ഉണ്ടാവാ. എന്ന് മുബിക്കാക്ക് കുറെ കഷ്ടപ്പെടും. അപ്പൊ നമ്മള് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോവാണ്. ആ ഒരു എനർജിയിലാണ് ഞാനും ആളും. മുബിക്കാക്ക് എനർജി ഇല്ല, കാരണം മുബിക്കാക്ക് താല്പര്യമില്ലാത്ത സാധനങ്ങളാണ്. പക്ഷെ എന്നാലും നീ ഇതൊക്കെ എൻജോയ് ചെയ്യും. നിനക്ക് സ്പൈഡർമാന്റെ പെൻസിൽ വാങ്ങിത്തരാം. അപ്പൊ ഇതൊക്കെ ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു, അത് നീ മറക്കരുത് അല്ലേ ഗൈസ്? അപ്പൊ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളുവാണ്. അവർക്ക് പർച്ചേസ് ചെയ്യാൻ പോണ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ. അപ്പൊ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ബാക്ക് ടു സ്കൂൾ, പിന്നെ ഞാനും ഹൈപ്പറിന് കുറച്ച് സാധനം വാങ്ങിക്കണം വിചാരിക്കുന്നത്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആവോ വേറെ അതെ ഇല്ല, നമ്മൾ എന്തായാലും നിങ്ങളെ കൂട്ടിയിട്ടാണ് പോകുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എല്ലാം കാണാം. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം ബാക്കി. ഓക്കെ, ഒരാള് വണ്ടി നിർത്തിയത് കാണണം ഗൈസ്. എങ്ങനെ ഇറങ്ങാനാ നീ? മാള് കേട്ടോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ലുലുവിലെത്തി. പക്ഷെ വരച്ച് എന്തെങ്കിലും ഒരു ടോയ് എടുത്തിട്ടായിരിക്കും വരുള്ളൂ. എന്താ ഷോപ്പിങ്ങിന് പോകല്ലേ? എനിക്ക് ഞാൻ സ്പൈഡർമാന്റെ പെൻസിൽ വാങ്ങി തരാൻ പറഞ്ഞില്ലേ? ഇങ്ങനെയാണ്, എനിക്ക് തീരെ സന്തോഷം ഉണ്ടാവില്ല ഗൈസ്. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പൊ എനിക്ക് ദേഷ്യം. അത് ഗ്രോസറി ഷോപ്പിംഗ്, പിന്നെ മേക്കപ്പ് പ്രൊഡക്റ്റ് ഷോപ്പിംഗ്, ടോയ് ഷോപ്പിംഗ്. നിനക്ക് ഞാനൊരു ഡ്രസ്സ് വാങ്ങി തന്നാലോ? എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അല്ലേ? സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടും. അപ്പൊ ഷോപ്പിങ്ങിന് ഓക്കെ. അതാ മാള് പോയി ഗൈസ്. തിരിച്ചു വരുമ്പോ ഷോപ്പിങ്ങിന് വന്നിട്ട് ഐസ്ക്രീം തിന്ന ഫസ്റ്റ് തന്നെ. ഇതെന്താ കണ്ണിന്റെ മേലെ പരന്നല്ലോ? എനിക്ക് വേണ്ട ഐസ്ക്രീം, എനിക്കിപ്പോൾ തന്നെ ഐസ്ക്രീം വേണ്ട. ഞാൻ തിരിച്ചു പോകുമ്പോൾ വാങ്ങിക്കും. ഇവരുണ്ട്, ഇവരെന്തിനാ വന്നത് ഗൈസ്? ഇനി എങ്ങാനും നേരം വൈകിന്ന് മൂവി പറയട്ടെ. എന്നിട്ട് പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹൈപ്പറിൽ പോവാം അല്ലേ? അതോ മേലെയാണോ പോകുന്നത്? എന്താ ചെയ്യണ? ഫസ്റ്റ് ഫാഷനിൽ പോണോ ഹൈപ്പറിൽ പോണോ? ഫാഷനിൽ പോയേക്കാം. നല്ല തിന്നോ.
അവിടെ ഫുള്ളില്ല, ബാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് കുറച്ച്. അപ്പം നമുക്ക് പോയി നോക്കാം. പക്ഷെ അവിടെ ബാഗ് മാത്രമേ ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. താടിയിൽ ഫുൾ ഐസ്ക്രീം ആക്കി നടക്കുന്നുണ്ട്. ഇതാ വേറെ ഒരെണ്ണം. അവിടെ പോയി നോക്കുമ്പോൾ ഓടിപ്പോയി നോക്ക്. യെസ് ഗൈസ്, ഞാൻ ഐസ്ക്രീം തിന്നണ ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞങ്ങളെന്നാ തുടങ്ങട്ടെ. എൻ്റെ ഐസ്ക്രീം ഏകദേശം കഴിഞ്ഞു. ഒരു കടി അടിച്ചോ? എന്തായി എടുത്തോ ഷാനു? ഈ ബോക്സ് മാളൂസ് എടുത്തത് നൈസ് ആയിട്ടുണ്ട്. ഭംഗി എന്നാ എടുത്തോ. ഈ ഒരു സെറ്റ് രസമുണ്ട്. ഇതാകുമ്പോ എല്ലാം ഉണ്ട് ഇതിനകത്ത്. ആ അത് നല്ല മുന്നേറ്റാണ്. എടുത്തോന്ന് സ്കൂളിലേക്ക് ആർട്ട് ബുക്കൊക്കെ ഉണ്ടല്ലോ. അതെടുക്കാം. ഗൈസ് ഇവരിന്നൊന്നും തീരൂല. എനിക്ക് നല്ല വിശക്കുണ്ട് കേട്ടോ. ആ ഒരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പുറത്തിറങ്ങിയ വിശക്കും. എല്ലാ രസമുണ്ട്, എല്ലാ രസമുണ്ട്. ആള് നിനക്ക് ഇഷ്ടമല്ല നീ എടുത്തോട്ടോ. ആ അതെടുത്തോ, അത് മാത്രം മതിയോ? ഇതാ അമ്മ ബാഗിലേക്ക് പോയിട്ടുണ്ട്. ആ ഒന്ന് ആ നമുക്കില്ലേ ഇവിടെ ഉണ്ട്. പക്ഷെ ഹൈപ്പറിലും കൂടെ ഒന്ന് നോക്കിയിട്ട് ഫൈനൽ ഡിസിഷൻ ഫിക്സ് ചെയ്യാൻ വിചാരിച്ചു ഏതെടുക്കണം എന്നുള്ളത്. മറ്റോളം മുഖം കളക്ഷൻ ഉണ്ടാവും തോന്നുന്നു. മറ്റോളം മുഖം അപ്പത്തേക്കിനും മാറിയിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടത് തന്നെ എടുക്കാം. നമുക്ക് എന്തായാലും കയറിയോ? അതെ, ഡ്രസ്സ് വാങ്ങിയാൽ ട്രോളി ഫ്രീ ആണ്. ആരപ്പം നിൽക്കണേ രണ്ടാള്? കാണാണ്ടായിട്ടാ മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി. ആ അതാ വന്നു. ഇത് വേണം കിച്ചൺ നോക്ക്. ഇത് കൊള്ളൂ, ചെറിയതല്ലേ? അത് കൊള്ളൂല. അന്ന് ഓർമ്മ ഉണ്ടാവും ഒന്ന് വാങ്ങിയിട്ട് വെറുതെ ഇത് നടക്കുന്ന. അത് കൊള്ളിക്കണ്ട, നടക്ക്. നമുക്കൊരു സൈഡ് വലിവ് ഉണ്ട്. വെറുതെ അല്ല നീ എന്നെ ഇവിടെ ലുലു ഫാഷനിൽ കൊണ്ടുവന്നേ. നമ്മക്ക് ഡ്രസ്സ് കാണുമ്പോ ഒരു സൈഡ് വലിവ് അല്ല. ഇന്ന് മാളുവിന്റെ ഡേയാ. രണ്ടാളും പോണ്ട് ഗൈസ്. ഇന്നിപ്പോ ഞാൻ കരയും. നോക്കിയോ ഇത് ഷാനു വാ, സമയമില്ല. ഞാനും അവിടുന്ന് ഒരു വലിച്ചിലങ്ങോട്ട് വലിയും. അവിടെ റീബോക്കും അഡിഡാസൊക്കെ വരാണ്ട് കേട്ടോ ഷാനു. റീബോക്കും അഡിഡാസൊക്കെ വരാണ്ട്. ഞാനൊരു സൈഡ് വലിവ് ഇരിക്കും. അത് നീ താങ്ങൂല. മാളു പൂട്ടാനായിന്ന്. മാളു നേരത്തെ അനൗൺസ് ചെയ്തപ്പോ പറയും പൂട്ടാനായി, കട പൂട്ടാനായി രാവിലെ തന്നെ. ഷൂ നോക്കാണ് മാളുവിന്. ബ്ലാക്കും വേണം വൈറ്റും വേണം. 2 ഷൂ ആണ് ഈ ഇയറിൽ പറഞ്ഞത്. അല്ല ബ്ലാക്കും വൈറ്റും വേണ്ടേ? എന്താ അറിയോ, കുറച്ച് ലൂസുള്ള എടുത്താ മതി. ആണോ? പെട്ടെന്ന് ടൈറ്റ് ആവും. മറ്റേതൊന്നും ഇട്. അങ്ങനെ എന്താണ് മാളു? ഷൂസ് സെറ്റ് ആയില്ലേ? വെറുതെ നോക്കണ്ട കേട്ടോ. ഇത് സുന്ദരിയായിട്ടുണ്ടല്ലോ, മുടിയൊക്കെ കെട്ടിയ. ആരായതാ? ജ്യോതികയോ? ജ്യോതികയോ? ആള് നോക്കട്ടെ. ഇതിട്, ഈ വൈറ്റ് ഇട്. ഷൂ തെരഞ്ഞെടുക്കണ്ട, പകുതി ലാഭായി. അതാ വള്ളിയുള്ള മോഡൽ എടുക്ക, അതിട്ടോ. അതാവുമ്പോ കാലില് കിടന്നോളും. ലേമളു
മറ്റേ സോക്സ് വരുമ്പോ കൂടുതൽ ടൈറ്റ് ആവോ? ഇല്ലല്ലോ, അതാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ ലൂസ് വേണം. അതുണ്ടോ മാളു? ഉണ്ട്. ആ നിന്നോട്ടെ, കണ്ടോ? ഇതൊക്കെയാണ് ചെറിയ ലൂസ് നിന്നോട്ടെ. അപ്പൊ ചെറിയ സോക്സ് ലൂസ് ഇട്ട് ഉണ്ട്. അപ്പൊ റെഡിയാവും. മതി. ഇത് രണ്ടും ഷൂ ഒക്കെ അല്ലേ? യെസ് മാളു. അപ്പൊ ഷൂസ് എടുത്ത് വെനസ്ഡേ ഒക്കെ ഉണ്ട്. വെനസ്ഡേ യൂണിഫോം. ഇത്തവണയാണ് 2 കളറാക്കിയത് ഇങ്ങനെ. ഓക്കേ, അപ്പോൾ ഇത് എന്റെ ഫേവറേറ്റ് ബോക്സ്. പെൻസിൽ ബോക്സ് ആണ് ഇപ്പൊ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത്തവണ. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ വെറൈറ്റി സാധനങ്ങൾ ഹൈപ്പറിൽ നമ്മൾ ഇടക്കിടക്ക് എന്തെങ്കിലും ക്യൂട്ട് ആയിട്ട് നമ്മളെപ്പോഴും ഹൈപ്പറിൽ പോകുമ്പോ നമ്മളെല്ലാം വാങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നല്ല ഭംഗിയുള്ള മറ്റേ കീച്ചെയിനുകളൊക്കെ കൊതിയാവും. എന്തോ ഒരു ചെളി പിടിച്ചോലെ എന്തോ എടുത്ത് കൊണ്ടുവന്നിരിക്കും. അപ്പൊ കണ്ടോ, ഷൂസ് ഇട്ടിട്ട് നോക്കാനുള്ള മിററാണിത്. ഹലോ പറഞ്ഞു, എന്റെ ഷോപ്പിംഗ് ആണ്. രണ്ടാളും എന്നെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു തിരിയുമ്പോഴത്തേക്കിനും ആരെയും കാണാണ്ടാവില്ല. അതെ, ആളസിന് 2 ഷൂസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നിന്നാലും ഇവിടെ വേറെ ആർക്കൊക്കെ ഷൂസ് വാങ്ങണം എന്ന് പറയുന്നത്, അതുകൊണ്ട് വേഗം പോവാം. പോസ് ചെയ്യാം. തൽക്കാലം ഡ്രസ്സ് ഇട്ടിട്ടാണ് പോസ് ചെയ്യണ്ടേ, പക്ഷെ തൽക്കാലം ഷൂസ് വെച്ച് പോസ് ചെയ്യാം. പല്ലിന്റെ ഇടയിൽ കൂടെ കാറ്റ് പോകുന്നു. ഷൂഷു എന്ന് പറയുമ്പോ ഇതൊക്കെ ബീച്ചിലേക്കുള്ള ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കുന്ന സ്ഥലം. മാളൂസിനാണെന്ന് ഭയങ്കര എക്സൈറ്റഡ് ഗൈസ്. ഇന്ന് ഫുള്ള് അവക്കുള്ള പർച്ചേസിങ് അല്ലേ, അതാണ് ഭയങ്കര സന്തോഷമാണ്. താഴേക്ക് പോണുണ്ടോ അവള്? സ്വന്തം ട്രോളി എടുത്ത് നടക്കുന്ന മാളൂട്ടി. ഷാനു അതാ അവിടെ വെച്ചോ. ആ എന്താ സന്തോഷം നോക്ക് രണ്ടാള്. എനിക്ക് സങ്കടമാണ് ഗൈസ്. എന്താടി ആള് കാര്യമായിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട് ഗൈസ്. ബാക്ക് ടു സ്കൂൾ ഏരിയ എത്തി. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന്റെ സാധനങ്ങളുണ്ടോ? ഇവിടെയാണുള്ളത് കുറെ. വേഗം വാങ്ങട്ടോ. അങ്ങനെ ഒന്ന് അവൾ വാങ്ങിയിട്ടിട്ടുണ്ട് ഗൈസ്. നോട്ട്ബുക്ക് വാങ്ങുന്ന ചടങ്ങാണ് ഗൈസ്. 4 ലൈനായിട്ട് നിനക്ക് അറിയില്ല നോക്കാൻ, അതായിരിക്കും സത്യം. നിനക്ക് 4 ലൈൻ നിനക്ക് 4 ലൈൻ എന്താണെന്നറിയോ ഷാനു? എന്താ 4 വരെയല്ല, 4 ലൈനിന്റെ നോട്ട് 6 എണ്ണം. ഇത് വരടാത്തത് എനിക്കറിയാം. 4 ലൈൻ എടുക്കും. ബൈ. എടാ 4 ലൈൻ എടുക്ക്. ഇനിയിപ്പോ ലോകത്തുള്ള ബുക്കെല്ലാം എടുത്ത് കാണിച്ചു തരും കേട്ടോ. അതിന് ഞാൻ തന്നെ കണ്ടുപിടിക്കാം. എന്റെ കാട്ടുന്ന മോള് കാർട്ടൂൺ പിക്ചർ ഉള്ളതല്ല നോക്കണ്ടേ, 4 ലൈനാണ് നോക്കണ്ടേ. അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പിക്ചേഴ്സ് ഉള്ളതൊക്കെ എടുക്കുന്നത് നോക്കട്ടെ. കണ്ടോ, ഇതൊക്കെ പൊതിയാനുള്ളതടി. ഇവള് കാർട്ടൂൺ പിക്ചറൊക്കെ നോക്കിയാ ബുക്ക് എടുക്കണം, അല്ലാതെ ലൈൻ നോക്കിയിട്ടൊന്നല്ല. എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇത് ഉറപ്പിച്ചോന്ന് ഷാനു? ഷാനു അത് ഉറപ്പിച്ചോന്ന്? എന്താ ഇവരെ കൊണ്ട്? ഹലോ പേർപ്പിൾ. പർപ്പിളാണോ ഷാനു? അങ്ങനെ വേണ്ട, മഞ്ഞയും റെഡും തന്നെ എടുത്താൽ മതി. നോട്ട്ബുക്കൊക്കെ യെല്ലോ,
ഈ മഞ്ഞല്ലല്ലോ. എനിക്ക് ഗോൾഡൻ മതി. ആ അത് ഗോൾഡനും പിന്നെ ഏതാ റെഡാ? ഇനി രണ്ട് സാധനം കൂടി, ബാഗും പൗച്ചും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എനിക്ക്. അത് കുഞ്ഞു കുട്ടികൾക്ക് പ്ലേ സ്കൂളിൽ പോണ ബോക്സ് കാണിക്കും. ഈ ബോക്സാണ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായത് എന്നാണ് പറയുന്നത്. നമ്മൾ പെൻസിലും റബ്ബറൊക്കെ വാങ്ങാൻ മറന്നുപോളൂ. എന്ത് ചെയ്യാം? വീട്ടിലുണ്ട് കുറേശ്ശെ. ആ പെൻസിലേ ഉള്ളൂ, ഇറേസർ ഷാർപ്പ്നർ ഒന്നുമില്ല. നമുക്ക് അവിടെ ഇറങ്ങി നോക്കി നോക്കാം വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ. മാളു എന്താ പറഞ്ഞ? ഇതിൽ ഇറേസറും ഷാർപ്പ്നറും ഉണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അത് മാത്രമല്ല, ഇത് നല്ല ക്യൂട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള. ഇതിന്റെ മോഡൽ ഇതുവരെ രസമുണ്ട്, എനിക്കും ഇഷ്ടമായി കണ്ടപ്പോൾ. ഇതിന്റെ മോഡൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എവിടെ. ക്യൂ ആയിരുന്നു ബില്ലടയ്ക്കാൻ. വഴി ഒരുക്കടാ. മാളു അങ്ങനെ ബോക്സ് വാങ്ങിച്ചു മോബിക്കാക്ക. ബൈ പറ മാളു. മാളു അങ്ങനെ ഫസ്റ്റ് ഐറ്റമായി ഞങ്ങൾ സാലഡ് വന്നിരിക്കുകയാണ് ഗൈസ്. കുറച്ചിടാ മതി. മാളൂസിന്റെ സ്പെഷ്യൽ ഐറ്റം വന്നു ഗൈസ്. ആദ്യം മാളൂസിന് ഇഷ്ടല്ലായിരുന്നു, ഷാനുവിനും ഇഷ്ടല്ലായിരുന്നു. ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ വാങ്ങി കഴിഞ്ഞാൽ രണ്ടാളും കഴിക്കും. അതാ എന്റെ സങ്കടം. അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് ഹൊമോസ് വിത്ത് എന്താ ബീഫല്ലേ? അങ്ങനെ ബലൂൺ കിട്ടി. അപ്പൊ ഇന്ന് ലക്കി ഡേ ആണെന്ന് നമ്മള് പറയുന്നത്. മാളൂസിന്റെ സാധനം ഇതോ അയ്യടാ മോനെ. രണ്ടാളും കൂടിയിട്ട് ബീഫ് സ്റ്റീക്ക് അടിക്കാം. എന്റെ ചിക്കൻ തീർത്തിട്ട് അവര് എന്റെ ചിക്കൻ തീർത്തിട്ട് ഇതൊന്ന് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. എന്റെ ചിക്കൻ എല്ലാരും കൂടെ കണ്ട എന്റെ ചിക്കൻ തീർന്നു. ബലൂൺ പൊട്ടണ്ട കേട്ടോ. പൊട്ടിക്കട്ടെ. ഇതൊക്കെ ഇവിടെ നോക്ക്. രാജുഭായി മണ്ണാക്കിൽ പോത്തു. അതേത് രാജുഭായി? അത് എന്തിനാ നോക്കി അഞ്ചാനിലെ രാജുഭായി എങ്ങനെയാണെന്നറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല പൊട്ടിക്കൂല. നമ്മളെവിടെ എത്തി? നമ്മളെവിടെയാണ് എത്തിയത്? എന്താ പൊട്ടട്ടെ ഒരു രസല്ലേ? ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അഥവാ ലുലുവില് വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പില്ലർ നമ്പർ നോക്കാൻ മറന്നുപോയൊരു ഈ ഒരു സാധനം ഉണ്ടല്ലോ. ഓ ആർക്കും അറിയാത്ത ഫ്രഷ് അല്ല, നോക്കിയോ ഫ്രഷ് നോക്കിയോ. എന്നിട്ട് അത് എവിടുന്നാന്ന് എങ്ങോട്ട് കണ്ടുപിടിക്കും? എന്നിട്ട് താക്കോല് നാശാക്കാം. മാളുമാണ് കണ്ടുപിടിക്കുന്നതെന്നാ പറഞ്ഞേ. എന്നിട്ട് ഇപ്പൊ താക്കോലൊക്കെ റെഡിയാക്കി കൈ കൊടുക്കും. അപ്പൊ അബ്ബന്റെ ഐഡിയ ഒക്കെ നിക്കും അവിടെ. ഇരിക്കണോ ഇതോ? ഞങ്ങളെ ടാക്സി ആക്കി ഞങ്ങളെ വണ്ടി. ഏതല്ല രാത്രിയല്ല, നമ്മള് പകലല്ലേ വന്നേ.
അപ്പൊ നമ്മള് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ തുമ്മായി. അങ്ങനെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എനിക്ക് തോന്നുന്നു വരെ എല്ലാ സാധനവും മര്യാദ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ സാവകാശം കാണിച്ചു തരാം. ഒന്ന് ആലോചിച്ച് നോക്കിയായിരുന്നു നമ്മളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാലും ഒരു ബാഗ് ഒക്കെ കിട്ടണമെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ വർഷാവർഷം ഒന്നും വാങ്ങിക്കില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ ഞാനും 3ാം ക്ലാസ് ഫസ്റ്റ് ഇട്ടോ. പിന്നെ പിജി ഗൾഫിലൊക്കെ പോയപ്പോ എനിക്ക് ഇത് കൊണ്ടുവരും. എന്താ വെച്ചാൽ ഈ ട്രോളിയുള്ള ബാഗില്ലേ കൊണ്ടോണേ. അപ്പൊ നീയാണ് അവിടുത്തെ സ്റ്റാർ. അപ്പൊ ഞാൻ സ്റ്റാർ മാത്രല്ല മോളെ, ഞാൻ എനിക്ക് അപ്പൊ തന്നെ എനിക്കുള്ള പൈസ ഉണ്ടാക്കും. എന്താ വെച്ചാൽ തള്ളി കൊടുക്കാൻ 1 ഉറുപ്പ്യൊക്കെ വാങ്ങും. ബാഗ് തള്ളാൻ കൊടുത്തിട്ടോ? തള്ളാൻ കൊടുത്തിട്ട് റൗണ്ട് അടിച്ച് വന്ന 1 ഉറുപ്പ്യാവും. അന്ന് 1 ഉറുപ്പ്യക്ക് കൊടുത്തവരൊക്കെ ഇത് കാണും. അയ്യോ എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. പൈസയിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിന്റെ ഞാൻ അങ്ങനെ പൈസ വാങ്ങും. എന്നിട്ട് സ്കൂൾ വിട്ട് പോകുമ്പോ ഇങ്ങനെ തള്ളി കൊണ്ടുപോകും. എന്നിട്ട് അതിനൊക്കെ പൈസ വാങ്ങിട്ട് 1 ഉറുപ്പ്യക്ക് അന്ന് 10 മുട്ടായി കിട്ടും. ഈ പല്ലിലൊട്ടി ഈ പുളി മുട്ടായി ഒക്കെ ഉണ്ടല്ലോ. 1 ഉറുപ്പ്യാണ് വാങ്ങല് ബാഗ് തള്ളാൻ? 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ. അത് ഓരോ ടൈമാണ്. ടൈമിനനുസരിച്ച് കൊടുക്കുക. എന്തൊക്കെ കളി കളിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇവനൊക്കെ നിങ്ങൾ എങ്ങനെ സഹിച്ചു ഗൈസ്? അതൊക്കെ ഉണ്ട്. ഒരുപാട് പേര് സഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്റെ കമ്പനിക്കാരുണ്ടാവും. കമന്റ് ബിലോ. അനുസിത്താരനെ വരെ റാഗ് ചെയ്തിട്ടുണ്ട്. അന്ന് അനുസിത്താരെ കണ്ടപ്പോ പറഞ്ഞു. അനുസിത്താരെ പറയുന്ന വരെ ഞാനത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. നിന്റെ അബ്ബന്റെ റാഗൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനാണ് എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു. സോ അപ്പൊ ഇനി നമുക്ക് ബാക്കി ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. മുബിക്കൊക്കെ വരുന്നല്ലോ ഗൈസ്. ഞാൻ വീഡിയോ എടുക്കാന്നെല്ലാം വിചാരിച്ചപ്പത്തിന് നീ പോയി. എടുക്ക ക്ലേ ഏതാ വേണ്ടത്? ക്ലേ 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 വേണ്ട. ഇത് പോരെ? ഇതോ? ഇത് പിടിക്കോർണ. അത് ഓർമ്മ എടുത്തോ. ഇറേസർ അത് ഇത് വാങ്ങട്ടെ മോള് പറഞ്ഞു. എന്തടി ഇത് വാങ്ങട്ടെ ഇനി എന്ത് നോക്കുന്നേ? കടയിൽ കയറി പിന്നെ ഇറങ്ങരുത് അല്ലേ? എന്തെങ്ങനെ ഇരിക്കണേ? അല്ല നോട്ട്ബുക്സും കൂടെ വാങ്ങി. നോട്ട്ബുക്സും കൂടെ. ഇവളെന്താ കാണിക്കുന്നേ? അപ്പം മാളു നമുക്ക് വാങ്ങിച്ചതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അൺബോക്സ് ചെയ്യാം. ബാഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാഗ് ഇങ്ങ് എടുക്കും. യെസ്, ഇതാണ് ബാഗ് ഗൈസ്. ഓ സോറി ഗൈസ്. അതിനകത്തുനിന്ന് ആ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കും മൂബി. ഇതിനകത്തുള്ള ഇതാണ് ബാഗ്, ഇതാണ് വാട്ടർ ബോട്ടിൽ, ഇതാണ് ലഞ്ച് ബോക്സ്. ഇതിനകത്ത് സ്കെയില്, ഇറേസർ എടുക്കുക. ഇറേസർ ഇതിലുണ്ടോ മാളു? ഇല്ല, ഇറേസർ ഇതിലില്ലല്ലോ. ഷാർപ്നർ ഉള്ളു. അങ്ങനത്തെ അല്ല, ഇത് മറ്റേ ഇറേസർ വയ്ക്കുക. അത് ഇറേസേഴ്സ് എപ്പോഴും ആവശ്യമുണ്ട്, മായച്ച്. അപ്പം ഇങ്ങനെ തുറക്കുക. അത് ഇങ്ങനെ മേലെ പൊന്തി മതി. ഗൈസ്, അപ്പം ഇത് നോക്ക്. ഇതാണ് നമ്മളെ ബാക്ക് ടു സ്കൂളിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ. അപ്പോൾ മാളൂസിനോട് ഞാൻ ഇത്തവണ ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നിട്ടും ഇത് വാങ്ങിയപ്പോൾ മാളൂസ് വിചാരിച്ചില്ല എന്താ പിന്നെയും വാങ്ങണേന്ന്. അതെന്താന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് ഉണ്ട്. മാളു വിചാരിച്ച സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ മാളുവിന് എന്തോ സർപ്രൈസ് കൊടുക്കാൻ പോവാണെന്ന് നമ്മൾ. പക്ഷേ അങ്ങനെയല്ല, ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് വാങ്ങിയതാണ്. ഓക്കെ അല്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഈ ബോക്സ് ഓക്കെ, ബോക്സ് വേണേ. ബോക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബോക്സ് ഓക്കെ മാളു എടുത്തോ. ഇല്ല, ഷാർപ്നർ ഒരെണ്ണം ഇതിനകത്തുള്ളത്. പക്ഷെ അപ്പോൾ മാളൂസ് തൽക്കാലം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഴയ ബാഗ് കൊണ്ടുപോകണം. കാരണം ആ പർപ്പിൾ ബാഗ് ഒന്നും ആയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം പാറോമ വാങ്ങിച്ചു തന്നത് ഒന്നും ആയിട്ടില്ല ബാഗ്. അത്യാവശ്യം കുറച്ച് ചെളിയൊക്കെ ഉണ്ട്, എന്നാലും അത് ഞാൻ അലക്കി തരാം. അപ്പം അത് കൊണ്ടുപോവാം. നമ്മൾ എല്ലാ വർഷവും പുതിയത് വാങ്ങിക്കണം എന്നില്ലല്ലോ.
അപ്പൊ മാളു എന്ത് ചെയ്യാ? നമ്മളെ കൂട്ടത്തിൽ ഒരു സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ളതാണ്. ഇത് ആർക്കാന്നുള്ളത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ പറയും. അപ്പൊ മാളൂസ് വേണം ഇനി പാക്ക് ഒക്കെ ചെയ്ത് അയച്ചു കൊടുക്കും. അപ്പൊ മാളൂസിന് വിഷമമുണ്ടോ? അതാണ് എന്റെ ടെൻഷൻ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചത് ഇതെല്ലാം പാക്കൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിൽ വാങ്ങി കഴിഞ്ഞിട്ട് മാളൂസിനോട് പറയാം ഇതൊക്കെ ഇങ്ങനെ അയക്കാനുള്ളതാണ്. അപ്പൊ മാളു എന്ത് ചെയ്യാന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയാതിരുന്നു. എന്തൊരു വിഷമമുള്ള പോലെ മുഖം. അപ്പോ മാളു എന്ത് ചെയ്യാന്നറിയോ? ഇതൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് അയക്കണം. ഓക്കെ. അപ്പോൾ മാളൂസിന് വിഷമമൊന്നുമില്ല. കണ്ടോ, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്. കണ്ടോ, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബോക്സ് മാത്രം അവൾക്ക് തരുമെന്നാണ് ചോദിക്കുന്നത്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. എല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ് അല്ലേ? അപ്പോൾ മാളൂസിന് എന്തായാലും നെക്സ്റ്റ് ഇയർ നമ്മൾ പുതിയ ബാഗൊക്കെ വാങ്ങുന്നതായിരിക്കും. വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് എല്ലാം വാങ്ങുന്നതായിരിക്കും നെക്സ്റ്റ് ഇയർ. ഓക്കെ ഓക്കെ വാ. യെസ്. അപ്പം നമ്മൾ ഇനി ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരാൾക്ക് അവരോട് നിങ്ങൾക്ക് അയച്ചുതരാൻ പോവാ ഒരാൾക്ക്. അപ്പോൾ മാളൂസിന് ഇഷ്ടമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ചത്. ഷോ ദ ബാഗ് ഫസ്റ്റ്. അതൊന്ന് കാണിച്ചു തന്നെ ഇങ്ങോട്ട്. ഒന്ന് കാണിച്ചെന്ന്. വാവ്. ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഈ ബാഗ് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ മാളുവിനെ പ്രാങ്ക് ചെയ്ത്. അത് പെൻസിൽ പൗച്ച്. ഇങ്ങനത്തെ എല്ലാം കാണിച്ചതാ. എല്ലാം ഹാരി പോട്ടർ തീമിലാണ്. ഇത് പെൻസില് നോക്കിയോ. എന്താ എഴുതിക്കണേ നോക്ക്. മാളൂട്ടി എപ്പടി മാളു. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ് പ്രാങ്ക്? പക്ഷെ മാളൂസ് ഇത് കൊടുക്കൂലെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നെങ്കിൽ ഇത് തരില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇത് എവിടുന്നാ വന്നേന്ന് മാളൂസിന് ഊഹിക്കാൻ പറ്റോ? ആരായിരിക്കും ഇത് ഇങ്ങനെ ചെയ്തു തരാ? ടാഗ് കണ്ടോ? ചേടാ. ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല. ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞങ്ങളും കണ്ടിട്ടില്ല ഗൈസ്. അങ്ങനെയല്ല ഇത് അൺബോക്സ് ചെയ്യാൻ പറ്റും. നോക്കട്ടെ. മാളൂസിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹാരി പോട്ടർ തീമില് ലഞ്ച് ബോക്സ് ഉണ്ട്. എല്ലാത്തിലും ഹാരി പോട്ടർ ആണ് കേട്ടോ. ഫൈനലി സ്പെഷ്യൽ നെയിം സ്ലിപ്പ് ഫോർ ഹാരി പോട്ടർ ഫാൻ ഗേൾ. അത് കൊടുക്കാം. ഷാർപ്നർ ഒന്നും നനക്കാ. അത് ഷാർപ്നർ ഇതാണ് മാളൂസിനാണ്. യെസ് ഗൈസ്. പക്ഷെ ഇത് ഞാൻ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു. ഇനിയിപ്പോൾ തൽക്കാലം ഞാൻ കൊടുക്കാൻ വേണ്ടി ഇതിനകത്ത് ഞാൻ വേറൊരു പൗച്ചും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ തൽക്കാലം ഈ ബോക്സ് മാളു എടുക്കാണ് ഗൈസ്. പക്ഷെ ബാക്കിയെല്ലാം മാളൂസ് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇതിനകത്ത് കളേഴ്സ് ഇട്ടുണ്ടാവും അല്ലേ? ആൻഡ് വാട്ടർ ബോട്ടിൽ നോക്ക്. ആൻഡ് ഇത് ഇപ്പൊ കാർട്ടൂൺ പിക്ചർ പോലെ ഇത് ഇങ്ങനെയാക്കാം. പക്ഷെ ഇതിനകത്ത് കറക്റ്റ് മാളൂസ് ആണെന്ന് അറിയുന്നത്. മാളൂസിന്റെ സെയിം പിക്ചറാണ്. ബാഗാണ് ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞത് അല്ലേ? തൂക്ക്. തിരികെ നോക്കട്ടെ. വാവ്. പക്ഷെ മാളു ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? അപ്പം
ഞാൻ നോക്കിയതാണ് മാളു എങ്ങനെയാണ് റിയാക്ട് ചെയ്യാ. ഇതെല്ലാം ഇതൊക്കെ ഞാൻ കൊടുക്കാൻ പോവാണ് വേറെ ആക്കി പറഞ്ഞപ്പോ വിഷമായോ? പിന്നെന്താ സമ്മതിച്ചപ്പോ? വേറെ ഉണ്ടല്ലോ വിചാരിച്ചല്ലേ പഴയത്. യാ ഗുഡ് ഗേൾ. അപ്പൊ കണ്ടോ, നമ്മൾ ഗുഡ് ഗേൾ ആവുമ്പോൾ നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് സ്വയം വരും. അതാണ്. ഇനി എന്ത് വേണം? ഹാരി പോട്ടറിന്റെ ബോക്സ് ഒന്നും കടയിലില്ലല്ലോ എന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു. യാ ഹാരി പോട്ടർ തീമില് നിന്റെ പേരുള്ളേ. യാ മാളൂട്ടി മീമിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കാണ് ഗിഫ്റ്റ് അയക്കാൻ പോകുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. നമ്മൾ എന്തായാലും ഇത് പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ അയക്കാൻ പോവാണ്. പിന്നെ അതുപോലെ മാളൂസിൻ്റെ ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ടഡയുടെ പ്രോഡക്ട്സ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്ക് അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നോക്കിയിട്ട് എൻക്വയറി ചെയ്ത് നോക്കിയാൽ മതി ഗൈസ്. അപ്പോൾ ഇതാണ് ടഡയുടെ പ്രോഡക്ട്സ് ഒക്കെ. ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് നെയിം സ്ലിപ്പാണ്. നെയിം സ്ലിപ്പിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. നമുക്ക് വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സിലൊക്കെ ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. എല്ലാ നെയിം സ്ലിപ്പിലും വരുന്നുണ്ട്. പിന്നെ ഞാൻ ഹാരി പോട്ടർ തീമായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റിക്കേഴ്സിലും പിന്നെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സ് പോലും അതിൽ കണക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നെയിം സ്ലിപ്പ് വരുന്നുണ്ട്. പിന്നെ പെൻസിൽസിലൊക്കെ ഇതാ മാളൂട്ടിയുടെ പേര് എഴുതിയിട്ടുള്ള പെൻസിലാണ്. നമ്മൾ പറയുന്ന നെയിം അവർ എഴുതി തരും. ഞാൻ മാളൂട്ടിന്ന് എഴുതാൻ പറഞ്ഞത് കാരണം മാളൂട്ടിന്ന് എഴുതിയിട്ടുള്ള പെൻസിൽസാണ് തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതാ പെൻസിൽ പൗച്ച് വരുന്നുണ്ട്. ഇപ്പോൾ മാളൂസിന് പെൻസിൽ ബോക്സ് വാങ്ങിയതാണ്. ഇത് കളർ കൊണ്ടുപോകാൻ യൂസ് ചെയ്യാൻ നമ്മൾ പറയുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ഇതിനകത്തിട്ട് കൊണ്ടുപോകാം. പെൻസിൽ കളേഴ്സ് അല്ലെങ്കിൽ പെൻസിൽ, റബ്ബർ, സ്കെയിൽ, അങ്ങനെ പെൻസിൽ പൗച്ചായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കളേഴ്സ് ഇട്ടിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതും ഹാരി പോട്ടർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. മാളൂട്ടി എന്നൊക്കെ ആ ഒരു തീമിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ആനിമേഷൻ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലൊക്കെ ഞാൻ അയച്ചു കൊടുത്ത പിക്ചർ തന്നെ വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലഞ്ച് ബോക്സിലും ഈ ഒരു ഹാരി പോട്ടർ തീമിലുള്ള ആനിമേഷൻ പിക്ചറിൽ പിന്നെ മാളൂട്ടിന്ന് എഴുതിയിട്ട് ലഞ്ച് ബോക്സും പിന്നെ നമുക്ക് കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു പാത്രം കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു തീം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ആ എഴുതിയതൊക്കെ ആ ഒരു ഹാരി പോട്ടർ തീമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതിലൊക്കെ ബാഗാണ് ഞങ്ങൾ ഭയങ്കര വണ്ടറായി പോയത്. അപ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് ഇങ്ങനെ നമ്മൾ പിക്ചറൊന്നും വെട്ടി ഒട്ടിച്ച ആ ഒരു ലുക്കൊന്നല്ല നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബാഗിലുള്ള പിക്ചർ പോലെ തന്നെ അത്രയും ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. സോ വി ലവ്ഡ് ഇറ്റ്. സോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് മാളൂട്ടീൻ്റെ ബർത്ത്ഡേക്ക് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ. അതിനകത്ത് അവൾ എങ്ങനെയാണോ അത് കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇനിയും അവരുടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ മാളൂസ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. മാളൂസാണ് മാളൂസിൻ്റെ സബ്സ്ക്രൈബറിനുള്ള ഗിഫ്റ്റ് അയക്കുന്നത്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. FBയിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഫ്രം